ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകിഗോകുലം. വാൽമീകിസംഭൂതൻ രാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാദോ പൂരത്രയം. എല്ലാ ശ്രോതാക്കളും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 154 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ യുദ്ധകാണ്ഡത്തിൻ്റെ ആദ്യത്തെ 5 സർഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി 6ാമത്തെ സർഗത്തിൽ ഉള്ളത് ലങ്കയിലുള്ള സംഭവങ്ങളാണ് വർണ്ണിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ലങ്കയിലെത്തി തിരിച്ചു ചെന്ന ഹനുമാൻ രാമനോട് ലങ്കയിലെ സ്ഥിതിഗതികളൊക്കെ വർണ്ണിച്ചതും അതിനെപ്പറ്റി ചിന്താകുലനായതും ഇടയ്ക്കിടയ്ക്ക് വിരഹതാപം കൊണ്ട് വിലപിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ലങ്കയിലേക്ക് പ്രവേശിക്കാൻ എന്താ വേണ്ടതെന്ന് അവർ ആലോചിച്ചിരിക്കുന്നതാണ്, ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ലങ്കയിലത്തൊക്കെ ഉണ്ടായി എന്നാണ് 6 പേർക്കുള്ള കുറച്ച് സർഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഹനുമാൻ ലങ്കയിൽ വന്ന് ഉദ്യാനങ്ങളൊക്കെ തവിടുപൊടിയാക്കി ലങ്കാനഗരം കത്തിച്ചു. ഒരു വിഷമവും കൂടാതെ തിരിച്ചു പോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് രാക്ഷസന്മാർക്കൊക്കെ മനസ്സിലായി. അതിനെക്കുറിച്ച് രാവണന് അമിതമായ ഒരു അപമാനബോധവും ലജ്ജയൊക്കെ തോന്നി. സ്വാഭാവികമായിട്ടും ദേവന്മാർക്ക് പോലും കടന്നു വരാൻ സാധിക്കാത്ത ഇവിടെ വന്നിട്ട് കേവലം ഒരു വാനരൻ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് രാക്ഷസന്മാർക്ക് വലിയ അപമാനകരമായി തോന്നി. അതുകൊണ്ട് രാവണൻ തൻ്റെ മന്ത്രിമാരെയും സൈനിക നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് ആലോചന നടത്തുന്നതിനെക്കുറിച്ചാണ് 6 പേർക്കുള്ള സർഗങ്ങളിൽ പറയുന്നത്. 6ാം സർഗത്തിലെ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ ലങ്കായാന്തു കൃതം കർമ്മ ഘോരം ദൃഷ്ട്വാ ഭയാവഹം എന്നാണ്. ഹനുമാൻ ചെയ്തിട്ടുള്ള ഭയപ്പെടുത്തുന്നതായ ഘോരമായ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് രാക്ഷസേന്ദ്രോ ഹനുമതാ ശക്രേണയോ മഹാത്മന. ഹനുമാൻ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രാവണൻ അബ്രവീത് രാക്ഷസാൻ സർവാൻ, എല്ലാ രാക്ഷസന്മാരായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? ഹ്രിയാ കിഞ്ചിത് അവാങ്മുഖ, ലജ്ജയോട് കൂടിയിട്ട് മുഖം കുനിച്ച് പറഞ്ഞു. താനിവിടെ ഉണ്ടായിരിക്കുക ഈ അപ്രതിരോധ്യമായ ലങ്കയിൽ വന്നിട്ടൊരു വാനരിങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ അപമാനകരമാണ്. അത് വിചാരിച്ചിട്ട് രാക്ഷസന്മാരുടെ മുഖത്ത് പോലും നോക്കാതെ കുഞ്ഞ് എന്നിട്ട് പറഞ്ഞു എന്നാണ്. എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്, ധർഷിതാജ പ്രവിഷ്ടാജ ലങ്കാ ദുഷ്പ്രസഹാപരി. ആൾക്ക് എളുപ്പമൊന്നും കടന്നു വരാൻ പറ്റാത്ത ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? പ്രസാദോ ധർഷിത ചൈത്യ പ്രവര രാക്ഷസാഹത. ധാരാളം രാക്ഷസന്മാരെ കൊന്നു, ചൈത്യപ്രാസാദങ്ങളൊക്കെ തകർത്തു. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുക. നമ്മൾ ഇനി എന്താ വേണ്ടത്? കിം കരിഷ്യാമി ഭദ്രം വാ. ഇനി മംഗളകരമായത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉച്ചതന്നെ സമർത്ഥം ചെയ്തു. നിങ്ങളൊക്കെ അതിന് സമർത്ഥന്മാരാണ്. നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ പണ്ട് ലോകവിദ്യയൊക്കെ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറയൂ എന്നിങ്ങനെ രാവണൻ പറഞ്ഞു. എന്ന് മാത്രമല്ല ആൾക്കാരോട് പറഞ്ഞു, ലങ്കാനഗരം വലിയ നഗരമാണ്, അതിന് പറയുക ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ അയക്കാൻ ആളെ അയച്ചു. അടുത്ത ആളിനോട് ആദ്യം പറഞ്ഞത് മന്ത്രഭിസ്ത്രീഹി സംയുക്ത സമർത്ഥയും മന്ത്രനിർണയേ. മന്ത്രാലോചനക്കൊക്കെ സമർത്ഥന്മാരായിരിക്കുന്ന ആളിനോട് ഇത് പറഞ്ഞു. അതിനുശേഷം എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു. ഏകോർത്ഥം മൃസത് ഏകോ ധർമ്മ പ്രകൃതയെ മന. ബന്ധുക്കളൊക്കെ ആയിട്ട് നന്നായിട്ട് ആലോചിച്ച് ചെയ്യാൻ വേണ്ടത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് കരണീയത്തെപ്പറ്റി ആലോചിക്കുകയും ഒറ്റയ്ക്ക് ചെയ്യുന്നത് മധ്യമപുരുഷന്മാരുടെ സ്വഭാവമാണ്. ഉത്തമന്മാരെന്താ വേണ്ടത്? വേണ്ട ആൾക്കാരൊക്കെ വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നൊക്കെ രാവണൻ മന്ത്രാലോചനയുടെ സ്വഭാവത്തെപ്പറ്റി ഗുണദോഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. അതേസമയം ഞാൻ ഒക്കത്തിൽ മതിയാവുന്നവനാണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊള്ളാമെന്ന് വിചാരിക്കുന്നവർ അധമന്മാരാണ് എന്നൊക്കെ ഒരു ആമുഖമായി പറഞ്ഞ ശേഷം എല്ലാവരെയും വിളിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാർ എത്തിച്ചേരാണ്. ആദ്യമായിട്ട് രാവണൻ പറഞ്ഞു, ഈ വാനരന്മാർ വലിയ സന്നാഹങ്ങളോട് കൂടിയിട്ട് സമുദ്രത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് എത്തിക്കഴിഞ്ഞു. അവരെപ്പോഴും ഇങ്ങോട്ട് ഏതെങ്കിലും പ്രകാരത്തിൽ പ്രവേശിച്ചു എന്ന് വരാം. അവരെങ്ങനെയാണ് തടയേണ്ടത്
നമുക്കുണ്ടായ അപമാനത്തിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ആലോചനാ വിഷയം. അത് കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ദൂതന്മാരെയൊക്കെ അയച്ചിട്ട് ലങ്കാനഗരിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അയച്ചു. അവർ എല്ലാവർക്കും ചെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാർ പലതരത്തിൽ അവിടത്തേക്ക് എത്തിയതാണ്. ചില തേരിൽ വന്നു, ചില കുതിരപ്പുറത്ത് വന്നു, ചില ആനപ്പുറത്ത് വന്നു എന്നൊക്കെ കേമായിട്ട് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ രാവണൻ ഒരു കാര്യാലോചന ഗൗരവപരമായി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെല്ലെന്ത് പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതെ പറയാണ്, ഇത്യുക്വാ രാക്ഷസേന്ദ്രേണ രാക്ഷസാസ്തയ മഹാബലവാന്മാരായ കുറേ രാക്ഷസന്മാർ കൈകൂപ്പി എന്നുകൊണ്ട് രാവണനോട് പറഞ്ഞു, ഇതൊക്കെ അങ്ങിങ്ങനെയൊക്കെ പറഞ്ഞുവല്ലോ, ഇതൊക്കെ നമുക്കൊരു മാനക്കേടാണ്. കാരണം ഏതോ ഒരു കുരങ്ങൻ വന്നിട്ട് എന്തൊക്കെയോ കൊമ്പൊടിക്കുകയോ അവർ നിസ്സാരീകരിച്ച് കാണുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യും. അതിനെപ്പറ്റി വലിയൊരു ആലോചനായോഗം ചേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രൗഢിക്കും നമ്മുടെ ഗാംഭീര്യത്തിന് യോജിച്ചല്ല. നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ വാനരനൊക്കെ ചെയ്യാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങ് മഹാകേവനാണ്, 14 ലോകം ജയിച്ച ആളാണ്. അങ്ങയുടെ വീരപരാക്രമം കണ്ട് ഭയന്നിട്ടാണ് ആ സാക്ഷാൽ മയൻ തൻ്റെ പുത്രിയായ മണ്ഡോദരി അങ്ങയ്ക്ക് വിവാഹം ചെയ്തു വന്നു. അങ്ങനെയൊക്കെയുള്ള ആളാണ്. കൊണ്ട് രാവണൻ്റെ പഴയകാല വിജയങ്ങളൊക്കെ അവർ കുറേ പോഴ്ത്തുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ദാനവേന്ദ്ര മഹാബാഹോ വീര്യോത്സിക്തോ ദുരാസദ വിഗൃഹ്യവശമാനീര കുംഭീനസ്യാ സുഖാവഹ. അങ്ങ് കുംഭീനസി ഭർത്താവായ മധു എന്ന് അതിനെയൊക്കെ അങ്ങ് കീഴിലാക്കിയിട്ടുണ്ട്. നാഗലോകത്തിൽ നിന്നിട്ട് വാസുകി മുതലായ നാഗങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. സാക്ഷാ യമധർമ്മരാജാവ് പോലും അങ്ങനെ ഭയന്നിട്ട് ഓടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പഴയ കാലത്ത് രാവണൻ്റെ ആ ദിഗ്വിധിയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവരൊക്കെ സേവ പറയുന്ന ആളുകളാണ്. അവർ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേവനായിരിക്കുന്ന ദേവന്മാർക്ക് പോലും ഭയാവഹനായിരിക്കുന്ന അങ്ങ് ഇപ്പോൾ ഈ ഒരു കുരങ്ങൻ ചെയ്ത പ്രവൃത്തികളെ പറ്റി ആലോചിക്കാൻ യോഗം ചെയ്താന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്നാണ്. അപ്പോൾ പ്രഹസ്തൻ എന്ന് പറയുന്ന രാക്ഷസനും പറഞ്ഞു, അതോ നീലാംബുജ പ്രഹസ്തോ നാമ രാക്ഷസ അബ്രവീത് പ്രാഞ്ജലിർവാക്യം ശൂര സേനാപതി സ്ഥല. സേനാപതിയായിരിക്കുന്ന പ്രഹസ്തനും പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ അങ്ങൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തതുകൊണ്ടാണ് ആ വാനരനൊക്കെ ചെയ്യാൻ സാധിച്ചത്. അങ്ങ് എന്തിനു ഭയപ്പെടണോ? അനുവധി ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ആലോചിക്കാമെന്നൊക്കെ ഉള്ളൊന്നും ഇതിൽ കാര്യമായ സംഗതികളൊന്നും ഇല്ല എന്നാണ് പ്രഹസ്തൻ്റെ അഭിപ്രായം. എന്നെപ്പോലത്തെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സമസ്ത വാനരന്മാരെയും ആ രാമലക്ഷ്മണന്മാരെയൊക്കെ വധിച്ചു വന്നുകൊള്ളാമെന്നാണ്. നിഹിമേ ജീവിതോകച്ച് ജീവൻ വനഗോചര സർവാം സാഗരപര്യന്താം സസൈല വനകാനനാം. എല്ലാ കാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സകല ഈ വാനരന്മാരെ ഞാൻ ഒറ്റയ്ക്കൊന്ന് നശിപ്പിക്കാൻ മതി എന്നൊക്കെയാണ്. അസ്മിൻ മുഹൂർത്തേ ഗത്വൈകോ നിവർത്തിഷ്യാമി വാനരാൻ. ഈ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ പോയിട്ട് വാനരന്മാരെയൊക്കെ ഒതുക്കിക്കൊള്ളാം, അതെനിക്ക് വിഷമമില്ല. ഇങ്ങനെ ഒരുപാട് അവരുടെ കേമത്വം പറയാതെ രാവണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതിന് വജ്രനിഷ്ഠ പറയുന്ന വിദ്വാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പരിഭ്രമിക്കാൻ എന്താ ഉള്ളത്? നമുക്കെന്ത് ചെയ്യാം? പ്രഗൃഹ്യ പരിഹം ഘോരം മാംസശോണിത രൂഷിതം കിംനോ ഹനുമതാകാര്യം കൃപണേന തപസ്സിന. അതുകൊണ്ട് നമുക്ക് അദ്യ രാമം സസുഗ്രീവം പരിഹേണ സലക്ഷ്മണം. ഇപ്പോൾ തന്നെ പോയിട്ട് ആ രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനൊക്കെ വധിക്കുക. ആഗമിഷ്യാമി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി എന്നാണ്. ഏകോ വിക്ഷോഭ്യ പരിവാഹിനിയും. ഇങ്ങനെ ഞങ്ങൾ ഒറ്റയാൾ മതി ഇതിനൊക്കെ നേരിടാനാണ് അവരുടെ ഭാവം. അങ്ങനെ ഇരിക്കുക എന്തിനു ആലോചനയൊക്കെ ചെയ്യുന്നു? അല്ല, വേറൊരു വഴിയെ ചെയ്യാവുന്ന എന്താണ്? നമുക്ക് ബ്രാഹ്മണ രൂപത്തിലോ വേഷം മാറിയിട്ടോ അവിടെ ചെന്നിട്ട് ആ വാനരന്മാരെ കൂട്ടത്തിൽ കടന്ന് കിടക്കാം, എന്നിട്ട് അവരെ വഞ്ചിക്കാം. മനുഷ്യരൂപം സ്വീകരിച്ചിട്ട് കാകുസ്ഥം ഉപസംഗമ്യ വിഭ്രതോ മാനുഷം വപു. മനുഷ്യരൂപത്തിൽ നിന്നിട്ട് അവരെ പറ്റിച്ചെളയാനാണ്. സർവേ ഹ്യസംഭ്രമാഭൂത്വ ഭ്രുവന്തു ലഘുസത്തമം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ കുറേ ആൾക്കാർ ചെന്നിട്ട് രാമൻ രൂപത്തിൽ ചെന്നിട്ട് ആ രാമനോട് പറയുക, ആ ഭരതൻ അങ്ങേ അയോധ്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അയോധ്യയിൽ നിന്ന് ഭരതൻ അയച്ചിട്ടുള്ള ആളിലാണ് ഈ ബ്രാഹ്മണൻ എന്നുള്ള മട്ടിൽ രാമനോട് പറയാം, ഞങ്ങൾ അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് കേട്ടാൽ രാമന് സന്തോഷമാവും. അപ്പോൾ പിന്നെ അവർ യുദ്ധത്തിൽ നിന്ന് പുറപ്പെടില്ല, വേഗം തിരിച്ചു പോയിക്കൊള്ളുന്നതാണ്. ഇങ്ങനെ ഓരോരോ സാമർഥ്യം ഒരുപാട് പറയാൻ.
ബ്രാഹ്മണ രൂപികളായി ചെന്നിട്ട് രാമലക്ഷ്മണനോട് പറയാം, നിങ്ങൾ അയോധ്യയിലേക്ക് വന്നോളൂ, ഭരതൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഈ കാട്ടിൽ നിൽക്കില്ലല്ലോ, അവർ തിരിച്ചു പോയിക്കൊള്ളുന്നതാണ് വേറൊരാളുടെ ന്യായം. പിന്നെ വേറൊരു വിദ്വാൻ കുംഭകർണപുത്രനായ നികുംഭൻ എന്ന് പറയുന്ന കേവനുണ്ട്. അയാൾ എന്ത് ചെയ്തു? കൗംഭകർണിസ്തോ വീരോ നികുംഭോ നാമ വീര്യവാൻ. കൗംഭകർണിത കുംഭകർണൻ്റെ മകൻ. കുംഭകർണൻ്റെ മകനായ നികുംഭൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കുന്നു വേണ്ട, സർവേ ഭവന്തസ്തിഷ്ഠന്തു മഹാരാജേന സങ്കത. മറ്റുള്ളവരോടായിട്ടും രാവണനോടായിട്ടും പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുമോ, ഞാൻ ഒരുത്തൻ മതി ഇവരെയൊക്കെ നേരെയാക്കാൻ. അഹം ഏകോഹനിഷ്യാമി, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ രാമലക്ഷ്മണന്മാരെ വധിച്ചുകൊള്ളാം. എന്തിനിത്രയൊക്കെ വിഷമിക്കണം, അതിന് ഇത്രയൊക്കെ ആലോചിക്കാൻ എന്താണുള്ളത് എന്ന് മട്ടിലാണ്. ഇങ്ങനെ നികുംബം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വജ്രഹനു എന്ന് പറയുന്ന ആ വിദ്വാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സ്വൈരം കുർവന്തു കാര്യാണി ഭവന്തോ വിഗതജ്വര. നിങ്ങളൊന്നും യാതൊന്നും പരിഭ്രമിക്കണ്ടില്ല, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ആലോചിച്ചിരുന്നോളൂ, ഞാൻ ചെന്നിട്ട് തന്നെ എന്ത് ചെയ്യാം. ഇങ്ങനെ ഓരോ ആളും പറയാൻ ഏകോഹം ഭക്ഷിഷ്യാമി. അവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാനിവരെ കൊന്നുകൊള്ളാം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ സമസ്ത വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷിച്ചു കൊള്ളാം. നരമാംസം തിന്നുന്നവരാണല്ലോ രാക്ഷസന്മാർ, അതുകൊണ്ട് എനിക്കതിന് വിഷമില്ല. ഇങ്ങനെ ഒരാളായിട്ട് അഭിപ്രായം പറയാം. നികുംബൻ പറഞ്ഞു, അത് രഭസം പറഞ്ഞു, അതിപ്പോൾ ദുർധർഷൻ രശ്മി ചെയ്തു, ഇങ്ങനെ പലരും പല അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു നമുക്ക് ഇത്രയൊക്കെ ബലമുള്ളവരാണ്, നമ്മളിതിനെക്കുറിച്ചൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പലരും അവരുടെ അഹങ്കാരവും ബുദ്ധിശൂന്യതൊക്കെ പ്രദർശിപ്പിക്കുമാറ് രാവണന് പ്രിയമായിരിക്കണമെന്ന് വിചാരിച്ചിട്ട് വേണ്ടത്ര കാര്യാലോചനയോ ശത്രുവിൻ്റെ ബലവീര്യങ്ങളെക്കുറിച്ച് ഒരാലോചനയോ ഇല്ലാതെ രാവണനെ പ്രീതിപ്പെടുത്തുമാറ് പലതും പറയാണ് വാസ്തവത്തിൽ ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ വിഭീഷണൻ എഴുന്നേറ്റു, രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ എഴുന്നേറ്റ് പറഞ്ഞു, അപ്യുപായ സ്ത്രീഭിസ്താതായ അർത്ഥം പ്രാപ്തന്നെ രംഗത്തെ തസ്യ വിക്രമകാലാസ്തന്യുക്താനാഹുർമനീഷണ. ഇപ്പോൾ യുദ്ധത്തിന് പുറപ്പെടുക, ശത്രുവിനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒടുവിൽ ചെയ്യേണ്ടതാണ്. അതായത് യുദ്ധം ചെയ്യേണ്ടത് ബാക്കി ഉപായങ്ങളൊന്നും ഫലിക്കാത്തപ്പോഴാണ്. വളരെ ശാന്തവാദിയായിരിക്കുന്ന ആളാണ് വിഭീഷണൻ. അദ്ദേഹം ഭഗവത് ഭക്തനായിരുന്നു. അവിടെ പറഞ്ഞു, സാമം ഭേദം ദാനം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ദണ്ഡം പ്രയോഗിക്കാവൂ. ഒരാൾ യുദ്ധം ചെയ്യുക, കൊല്ലുക എന്നൊക്കെ പറയുന്നത് അവസാനത്തെ അടവാണ്. സാധിക്കുക എന്നല്ല വാക്കൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ദാനം ചെയ്തിട്ട് ഉപകാരങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ അവർ ബുദ്ധി ഭേദിപ്പിക്കാന്നൊക്കെ വേണം, അവരുടെ ആലോചന വേറൊരു വഴിക്ക് തിരിയാനൊക്കെ വേണം, എന്തെങ്കിലും സൂത്രങ്ങൾ പ്രയോഗിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫലിക്കുന്നില്ലെങ്കിൽ മാത്രമേ യുദ്ധത്തിനൊക്കെ പോകേണ്ട കാര്യമുള്ളൂ എന്നാണ് വിഭീഷണൻ പറഞ്ഞൊരു താല്പര്യം. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ വാനരന്മാരൊക്കെ നിസ്സാരന്മാരാന്ന് വിചാരിക്കുന്നത് ശരിയല്ല. കാരണം ഈ ഒരു വാനരൻ തന്നെ ഇത്രയധികം വിഷമിച്ചിട്ട് ഘോര മത്സ്യങ്ങളും തിമിംഗലങ്ങളും മുതലകളൊക്കെ ഉള്ള സമുദ്രം കടന്ന് ഇവിടെ വന്ന് ഈ വിഷമമൊക്കെ ഉണ്ടാക്കി തീർത്തു. അങ്ങനെയുള്ള ആളുകളെ അത്ര നിസ്സാരന്മാരാന്ന് വിചാരിച്ചുകൂടെ. അവർ അപരിമേയമായ വീര്യമുള്ളവർ തന്നെയാണ് ഈ വാനരന്മാരെന്നാണ് വിചാരിക്കേണ്ടത്. കിഞ്ചന അക്ഷരാജസ്യ രാമേണോ ഉപകൃതം പുരാ ആജഹാരജനസ്ഥാനീയസ്യ ഭാര്യ. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് വിഷമമൊക്കെ ഉണ്ടായിത്തീർന്നത്. അടിസ്ഥാനപരമായിട്ട് കാര്യം എന്താണ്, രാവണൻ എന്നിട്ട് ജനസ്ഥാനത്ത് നിന്നിട്ട് ആ രാമഭാര്യയെ അപഹരിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പിന്നെ രാമൻ ജനസ്ഥാനവാസികളായ അനേക രാക്ഷസന്മാരെ കൊന്നുവല്ലോ എന്നാണെങ്കിൽ അതിന് കാരണമായത് എന്താണ്, ശൂർപ്പണഖയായിട്ടുള്ള ഒന്നുമാണ്. ശൂർപ്പണഖ അനാവശ്യമായ സംഗതികൾ ചെയ്തു. സീതയെ ലക്ഷ്മണനൊക്കെ പിടിച്ച് തിന്നാന്നൊക്കെ കൊണ്ട് ചെന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. അദ്ദേഹം ഈ ജനസ്ഥാനവാസികളായിരിക്കുന്ന ഖരനെയൊക്കെ വധിക്കാൻ കാരണം എന്താണ്, അവരതിര് ചെയ്തതായ അക്രമം അങ്ങോട്ട് ചെയ്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ രാമന് കാര്യമായ തെറ്റൊന്നുമില്ല എന്നാണ് വിഭീഷണൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതായത് ഈ രാവണൻ ചെന്നിട്ട് രാമൻ്റെ ഭാര്യയെ അപഹരിക്കുന്നതിന് മുമ്പ് രാമൻ നമ്മോട് വിപരീതമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് രാമനുമായിട്ട് ശത്രുതയ്ക്ക് ഹേതുവില്ല. ഈ ജ്യേഷ്ഠനായ ഈ രാവണൻ അവിടെ ചെന്നിട്ട്
രാമഭാര്യയെ അപഹരിച്ചു. ഇതാണല്ലോ ഇതിനൊക്കെ കാരണമായത്. അവിടെ നല്ലത് എന്താണ്? അവളെ കൈവിടുകയാണ് നല്ലത്. ഏതം നിമിത്തം വൈദേഹി ഭയന്ന സുമകൽഭവൽ ആകൃത്യ സാ പരിത്യജ്യ കലഹാർത്ഥേ കൃതേനുയും. വലിയ യുദ്ധത്തിന് നാശനഷ്ടങ്ങൾക്കൊക്കെ ഹേതുവായിത്തീരുന്ന, കലഹത്തിനൊക്കെ മൂലകാരണമായിത്തീരുന്ന ഈ സീതയെ അങ്ങ് പലിച്ചു വെച്ചേക്കൂ. സീതയെ രാമനെ കൊണ്ടു കൊടുക്കൂ. എന്നാൽ പിന്നെ ഒരു തരത്തിലുള്ള വിഷമങ്ങളും നമുക്കുണ്ടാവില്ല. വൈരം നിരർത്ഥകം കർത്തും യഥാവശ്യ മൈഥിലി. അപ്പം അർത്ഥമില്ലാത്തതായ ഈ ഘോരമായ വിപത്ത്, ഈ നാശമൊക്കെ ഉണ്ടാകുന്ന ഈ സീതയെ വിട്ടുകൊടുത്തേക്കൂ. അങ്ങനെയാണെങ്കിൽ യാതൊരു വിഷമവും അങ്ങേക്ക് ഉണ്ടാവില്ല. ഇനി അഥവാ കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങേക്ക് വലിയ ദോഷമായി തീരും. നാവസ്കന്ധതിനോ ലങ്കാന്ത അവസീതാപ്രതീയതാം എന്ന് പറഞ്ഞു. പ്രസാദേ ത്വാ ബന്ധുത്വ കുരുഷവചനം മമ. അല്ല, ജ്യേഷ്ഠനോട് പറയുകയാണ്, ഞാനിതൊക്കെ പറയുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്നേഹം കൊണ്ടും അങ്ങേ ഹിതം വരണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ. അവിടെ വീണ്ടും പറയുന്നു, ത്വഹം ബ്രൂമി ഗീയതാമസ്യ മൈഥിലി. ആ സീതയെ മടക്കി കൊടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണന് ഒരാൾ ദേഷ്യം വന്നു. ഹിതവും ധർമ്മമുള്ള വാക്കാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ത്യജാശുകോപം സുഖധർമ്മനാശനം ഭരസ്വധർമ്മൻ കീർത്തിവർദ്ധനം. ഈ വിഭീഷണൻ ഉപദേശം സമാപിക്കുമോ പറഞ്ഞു, അങ്ങ് ധർമ്മത്തെ ആസ്പദമാക്കൂ, ധർമ്മം അനുഷ്ഠിക്കൂ. പ്രസീത ജീവേമസപുത്ര ബാന്ധവ. അങ്ങനെ സ്വന്തം ജീവനും ബന്ധുക്കളൊക്കെ രക്ഷിക്കൂ. അനാവശ്യമായിരിക്കുന്ന ഈ കാമക്രോധങ്ങൾക്ക് വശകനായിട്ട് വിഷമം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല. ഏതായാലും തൽക്കാലം രാവണൻ വളരെയധികം വിപരീതമായിട്ടൊന്ന് പറയുകയോ നേരിട്ട് ക്രോധിക്കുന്നല്ല അവിടെ ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഭീഷണവധശ്രുത്വ രാവണോ രാക്ഷസേശ്വര. രാക്ഷസേശ്വരനായിരിക്കുന്ന രാവണൻ വിസർജയിത്വ താൻ സർവാൻ. കുറേ ആൾക്കാരവിടെ ഉണ്ടായിരുന്നല്ലോ, രാക്ഷസന്മാരൊക്കെ. അവരൊക്കെ പിരിച്ചു വിട്ടു, അവരൊക്കെ പറഞ്ഞയച്ചു ദിവസം. എന്നിട്ട് സ്വന്തം ഗ്രഹത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് 9ാമത്തെ സർഗം കഴിഞ്ഞത്. 10 പറയുന്ന പിറ്റേ പ്രഭാതത്തിൽ എല്ലാവരെയും വീണ്ടും വിളിച്ചു കൂട്ടി. വളരെ വിശദമായ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്. അവരാകട്ടെ ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ക്ഷേമമായിട്ട് മന്ത്രിമാരെ യോഗ്യന്മാരൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. അതിനെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞില്ല, അവരുടെ ഗ്രഹങ്ങളെപ്പറ്റി, അവരുടെ ക്ഷേമത്വങ്ങളെപ്പറ്റി. സരാവണം മഹാത്മാനം വിജനേ മന്ത്രിസന്നിധോ വാദഹിതമസ്ത്യർത്ഥം വചനം ഹേതു നിശ്ചിതം. ആ സമയത്ത് ആളുകളൊക്കെ വിളിച്ചതിന് ശേഷം രാവണൻ എന്ത് ചെയ്തു? പലരോടും പ്രിയങ്കരങ്ങളായ വാക്കുകൾ കൊണ്ട് അവരൊക്കെ പ്രീതിപ്പെടുത്തി. അതിനുശേഷം അവരിങ്ങോട്ട് ചോദിച്ചു. ചിലരൊക്കെ പറഞ്ഞു, രാവണ എന്തല്ലോ ഇതിലെ ദുർനിമിത്തങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞ് പുരാണങ്ങളിൽ സാധാരണ പോലെ വർണ്ണിക്കാറുള്ള ധാരാളം ദുർനിമിത്തങ്ങളൊക്കെ വർണ്ണിക്കുക ചെയ്തത്. അതുകൊണ്ട് കാര്യമായ സംഗതികളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് രാവണനും പറഞ്ഞു. അങ്ങനെ സബഭൂവകശോ രാജ മൈഥിലി കാമമോഹിത. രാവണനാകട്ടെ മൈഥിലിയെ സീതയെക്കുറിച്ചുള്ള കാമമോഹങ്ങളെ കൊണ്ട് ക്ഷീണിച്ചവനായിരുന്നു. ഞാൻ വളരെ മനസ്സിന് വിഷമമുണ്ടായിരുന്നു. ഏതായാലും ഇവരൊക്കെ വിളിച്ചു കൂട്ടിയതിന് ശേഷം അവിടെ ഇരുന്നിട്ട് കാര്യമായ ചർച്ചകളൊക്കെ ആരംഭിച്ചു പോവുകയാണ്. ആ സമയം കുറച്ച് വിസ്തരിച്ച് പറഞ്ഞാണ് അവരുടെ ആഗമനം. അവരോരോ ആളും തങ്ങൾക്ക് യോഗ്യമായ സ്ഥലങ്ങളിലിരുന്നു എന്നൊക്കെ പറയാം. സാഹുജി പരമാകിരണ രഥകുഞ്ചരവാജിഭി സമ്പദ്ധ്യ രുചേ ഗരുഡ്മഭിരു അംബരം തേ വാഹനാന്യവസ്ഥായ യാനാനി വിഭിചാനി സഭാം പത്നി പ്രവിവിശു സിംഹാഗിരി ഗുഹാമിഹ. സിംഹം ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ അവരെ കേമത്തൊക്കെ പറയുകയാണ്. അങ്ങനെ വീരകേസരികളായവരൊക്കെ അവിടേക്ക് വന്നു. അങ്ങനെ അവരൊക്കെ നിലയിൽ നിന്ന് കഴിഞ്ഞു. അതിനുശേഷം അവിടെ വിഭീഷണൻ വന്നിരുന്നു പിറ്റേ ദിവസവും. തതോ മഹാത്മാ വിപുലം സുയുഗ്യം രഥം വരം ഹേമ വിചിത്രംഗം. ഹേമമായിരിക്കുന്ന രഥത്തിൽ ആയശസ്യായ വിഭീഷണൻ നല്ല കുതിരകളെ പൂട്ടി തേരിലെത്തി എന്നൊക്കെ വർണ്ണിക്കാൻ. ശുഭം സമാസ്തായോ വിഭീഷണ സംസദം അഗ്രജസ്യ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നതാണ്.
ആ സദസ്സിൽ അനവധി യോഗ്യന്മാരായ രാക്ഷസന്മാരൊക്കെ വന്നു. ഇതൊക്കെ അറിവില്ലാത്ത ആളിലോ തീരെ മൂഢന്മാരോ അല്ല, പക്ഷെ അഹങ്കാരം കൊണ്ടും കാമാസക്തി കൊണ്ടൊക്കെ വഴിതെറ്റി പോകുന്നവരാന്ന് മാത്രം. അഹങ്കാരവും പിന്നെ യാതൊരു മറയില്ലാത്ത ക്രൂരതയും ഒക്കെയാണ് അവരെ. ആ സമയത്ത് ഇവരൊക്കെ ഇരുന്നതിന് ശേഷം ആ രാവണൻ ഇപ്പം നേരത്തെ ഒരു ചെറിയ സദസ്സിനോടായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ വിപുലമായ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് രാവണൻ പ്രഹസ്തനോട് ആദ്യമായിട്ട് പറഞ്ഞത് ഈ വലിയൊരു ആലോചനയോ നടക്കുകയാണല്ലോ, അപ്പോൾ വേണ്ടതായ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ വാനരന്മാരൊക്കെ സമുദ്രത്തിൻ്റെ അക്കരെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും അപകടമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ ഒക്കെ വേണ്ടതുപോലെ നഗരത്തിൽ ചെയ്യണമെന്ന് ഏൽപ്പിച്ചു. സേനാപതേ യഥാർത്ഥേ സ്യു കൃതവിദ്യ ചതുർവിധ യോധ നഗരരക്ഷായാം തഥാ വ്യാദിഷ്ടമർഹസി. നഗരത്തിലുള്ള രക്ഷ ഇവർ ഈ ആലോചനയൊക്കെ നടത്തുമ്പോൾ ഈ വാനരന്മാരൊക്കെ വന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി വേണ്ടതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പ്രഹസ്തനൊക്കെ ചെയ്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വിഹിതം വൈരന്തസ്തബലം ബലവസ്തവ. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ വേണ്ടതായ സൈന്യങ്ങളൊക്കെ വേണ്ടതുപോലെ നിലനിർത്തിയിട്ടുണ്ട്, നഗരത്തിൻ്റെ സുരക്ഷയൊക്കെ വേണ്ട പോലെ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ ആദ്യമായിട്ട് പറഞ്ഞു, പ്രിയാപ്രിയേ സുഖേ ദുഃഖേ ലാഭാലാഭാഹിതേ ഹിതേ. ഒരു താത്വികമായ സംഗതികളൊക്കെയാണ് രാവണൻ പറഞ്ഞത്. അതായത് സുഖം ഉണ്ടാവാനും പ്രിയാപ്രിയങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ വേണ്ടത് എന്താണ്, ബുദ്ധിമാന്മാർ ഒരുമിച്ച് ആലോചിക്കേണ്ടതാണ്. സമാന മനസ്കന്മാരായ പരസ്പര ഹിതൈഷിണികളായ ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് വേണ്ട പോലെ ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്തണം. അതാണ് ശരിയായിരിക്കുന്ന മന്ത്രാലോചന, ഉത്തമമായിരിക്കുന്ന മന്ത്രാലോചന അതാണ്. ഇങ്ങനെ മന്ത്രാലോചനയുടെ പല തലങ്ങളെക്കുറിച്ച് രാവണനൊരു പ്രഭാഷണം നടത്താൻ. അതേസമയം ചിലരൊക്കെ എന്ത് ചെയ്യുന്നു, ഞാനാണ് കേമൻ എന്നുള്ള എന്നിട്ട് വന്നിട്ടോ ഒരുപാട് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവസാനം പ്രധാന കാര്യത്തിൽ എല്ലാവരും ഒത്തുചേരുന്നു. അങ്ങനെ ചേരുന്നതാണ് മധ്യമമായ സഭ. ഉത്തമമായ സഭയിൽ പിന്നെ അത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരു യോജിപ്പെടുത്താൻ. ഇവിടെ അങ്ങനെയല്ല, പ്രിയാപ്രിയങ്ങളൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒടുവിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നു. മറിച്ച് അധമമായിരിക്കുന്ന സഭ എങ്ങനെയുള്ളതാണ്, പലരും ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് വിജയിക്കണം, ഇനി മറ്റൊരാൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും തൻ്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് അതിനെ വിപരീതമായിട്ട് പറയുക ഒക്കെ നമ്മൾ സദസ്സുകളിൽ കാണാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സഭകളൊക്കെ അധമങ്ങളായ സഭകളാണ്, അധമമായ മന്ത്രാലോചനയാണ് എന്നൊക്കെയാണ് രാവണൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യൂ, ഓരോ ആളും തങ്ങളുടെ അഭിപ്രായം പറയുമോ. ഞാനാകട്ടെ ഇപ്പോൾ ഈ കാമം കൊണ്ട് തളർന്നിരിക്കുന്നതാണ്. ശ്രാന്തോഹം സതതം കാമാത് യാതോഹൈവാധ്വനി. ഞാൻ കുതിര ഏറെ ദൂരം സഞ്ചരിച്ച കുതിരയെപ്പോലെ ഞാൻ കാമം കൊണ്ട് തളർന്നിരിക്കുന്നവനാണ്. ഈ ഹനുമാൻ എന്നറിയപ്പെടുന്ന ആ വാനരം വന്നിട്ട് ഇവിടെ ചെയ്ത അപകടങ്ങളെക്കുറിച്ച് വിചാരിക്കുമെന്നതിന് രാവണന് വലിയ മനക്ഷോഭം ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടൊക്കെ ഞാൻ ശ്രമിക്കുകയാണ്, നിങ്ങളെന്ത് ചെയ്യുമോ, വേണ്ടതുപോലെയൊക്കെ ആലോചിക്കുമോ. പക്ഷെ രാവണൻ ഒരു മുന്നുപാധിയായിട്ട് ആദ്യമേ പറയുന്നത് എന്താണ്, ഞാൻ സീതയെ മടക്കി കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ. അപ്പോൾ മടക്കി കൊടുക്കില്ല എന്ന് താൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചർച്ചൻ്റെ പ്രസക്തി എന്താണ്, നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം പറയുന്നതാണ്, സീതായ പദവിയും പ്രാപ്യ സംപ്രാപ്തോരണാലയം അതേ ആചയഥാ സീത വധ്യോ ദശരഥാത്മജവും. ആ സീത കൊടുക്കേണ്ടവളല്ല വെച്ചാൽ ഞാൻ കൊടുക്കില്ല അവളെ, ആ രാമലക്ഷ്മണന്മാരെ ഇനി വധിക്കുക ചെയ്യുന്നത്, സീതയെ കൊടുക്കാൻ സാധ്യമല്ല, അതുവേണ്ടി വേണ്ടതൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ താൻ ചർച്ചകൾക്കൊക്കെ ഒരു പരിധി ആദ്യമേ വെച്ച് കഴിഞ്ഞു എന്നർത്ഥം. സീതയെ മടക്കി കൊടുക്കുന്ന പ്രശ്നമില്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാമെന്നർത്ഥം. അതിനെ തെറ്റി രാമലക്ഷ്മണന്മാർക്ക് നാശം ഉണ്ടാക്കാമെന്നൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ആലോചന വിഷയമായി തീരേണ്ടതെന്ന് എന്നൊക്കെ അജണ്ട എന്നൊക്കെ പറഞ്ഞു. ഒരു അജണ്ട നിശ്ചയിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് സീതയെ വിട്ടുകൊടുക്കാത്ത മട്ടിൽ ഇവിടെ നിർത്താമെന്നൊക്കെ വേണം, രാമലക്ഷ്മണന്മാർക്ക് വിപത്തുണ്ടാക്കാമെന്നൊക്കെ വേണം, എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയും, അതെന്തൊരു രീതിയിലാണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് പറയൂ എന്നാണ് രാവണൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുംഭകർണൻ ഇവിടെ ഉണ്ടായിരുന്നു. രാവണൻ കുംഭകർണനെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എല്ലാ കാര്യവും എല്ലാവരെയും അറിയിക്കാൻ പറ്റാതിരുന്നു. എൻ്റെ അനുജനായ കുംഭകർണൻ ഉറക്കത്തിലായിരുന്നു.
പ്രസിദ്ധമാണ്. 6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണരുള്ളൂ. ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സഭ വിളിച്ചു കൂട്ടിയെന്നൊക്കെ രാവണൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സദസ്സിൽ കുംഭകർണൻ എത്തിയിരുന്നു. അപ്പോൾ രാവണൻ സീതയെ മടക്കി കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ശേഷം കാര്യാലോചനയ്ക്ക് പുറപ്പെടുകയാണ്. അത് സ്വാഭാവികമായിട്ടും കുറച്ച് നീതിബോധമൊക്കെയുള്ള കുംഭകർണന് രസിച്ചില്ല. കുംഭകർണൻ പറഞ്ഞു, അങ്ങ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ഞങ്ങളോടൊന്നും ആലോചിക്കാതെ സീതയെ അപഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ ഇപ്പം അപകടത്തിൽപ്പെട്ട ശേഷം അഥവാ എന്തൊക്കെയോ ഭീതി ഉണ്ടായ ശേഷം ആലോചനയ്ക്ക് വരുന്നു. ഇതെന്നെ ശരിയല്ല. കാരണം യഥാർത്ഥ ആലോചിക്കുമ്പം ഓരോ നടപടിയും മറ്റുള്ള സമ്മതത്തോടെ, അംഗീകാരത്തോടെ, അറിവോടെയും ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ അപകടമായതിനു ശേഷം ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള മട്ടിലാണിതാണ്. കുംഭകർണ പ്രജുക്രോധ വചനം ചെയ്തബ്രവിൽ. ക്രോധത്തോടുകൂടിയാണ് പറഞ്ഞതാണ്. യഥാതുരാമസ്യ ലക്ഷ്മണസ്യ പ്രസഹ്യ സീതാ ഖലു സാ ഇഹാഹൃത സകല സമീക്ഷൈവ സുനിശ്ചിതം ദദാ വജേതചിത്തം യമനേവ യാവനം. മഹാരാജാവ് അങ്ങ് ചെയ്തൊക്കെ വേണ്ട പോലെ ചെയ്തത്. ആദ്യം ചെയ്യേണ്ടതല്ല ആദ്യം ചെയ്തത്. മുമ്പ് ഞങ്ങളോട് ഒന്നും ആലോചിച്ചിട്ടില്ല. ഏതായാലും മുമ്പ് ചെയ്യേണ്ടത് മുമ്പും പിമ്പ് ചെയ്യേണ്ടത് പിമ്പും ചെയ്യുന്നതിന് പകരം ആണിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാബല്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഒരാൾക്ക് എന്തെങ്കിലും ചാബല്യം ഉണ്ടെങ്കിൽ ആ രന്ധ്രം കാലം എന്നൊക്കെ പറയല്ലോ, ആ ഒരു പഴുതിലൂടെ ശത്രുക്കൾ കടന്നു കയറും. അതായത് രാവണൻ്റെ പല ചപലകൃത്യങ്ങളും അസലും ശത്രുക്കൾക്ക് പഴുതുണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് അർത്ഥം. ഈ ചപലകൃത്യം ചപലകൃത്യങ്ങളും അങ്ങ് ചെയ്തു. അതുകൊണ്ട് ഇതൊക്കെയാണെങ്കിലും ജ്യേഷ്ഠനെ പരിത്യജിക്കാനോ ജ്യേഷ്ഠനെ തള്ളിപ്പറയൊന്നും ചെയ്യുന്നില്ല കുംഭകർണൻ. കുംഭകർണൻ പറഞ്ഞാൽ എനിക്കാവും പോലെ എൻ്റെ ശരീരശക്തിയും ബുദ്ധിക്കനുസരിച്ച് ഞാൻ അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം, അങ്ങേക്ക് വേണ്ടി ശത്രുക്കളെ നശിച്ചുകൊള്ളാം, അങ്ങ് അതിനെക്കുറിച്ച് പരിഭ്രമിക്കരുത്. എനിക്ക് ശത്രു എന്നില്ല അർത്ഥം. വിഭീഷണൻ ചെയ്തത് രാവണൻ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ജ്യേഷ്ഠനെ വിട്ടുപോവുകയാണ് ചെയ്തത്. കുംഭകർണൻ ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ എന്ത് ചെയ്യാം, അങ്ങ് ചെയ്തൊക്കെ അബദ്ധമായിപ്പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ സാധിക്കും പോലെയൊക്കെ അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം തന്നെയാണ് പറഞ്ഞത്. തസ്മാത് ത്വയാ സമാരബ്ധം കർമ്മ ഹ്യപ്രതിമം പരൈഹി അഹം സമീകരിഷ്യാമി ഹത്വാ ശത്രുൻസ്തവാനഘ. അങ്ങ് അവിവേകത്തോടു കൂടിയാണ് ഇത് ചെയ്തതെങ്കിലും അങ്ങ് ചെയ്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നത്, സമീകരിക്കുന്നുണ്ട്. എങ്ങനെ സമീകരിക്കും? ഹത്വാ ശത്രുൻ തവാനഘ. അല്ലയോ ജ്യേഷ്ഠ, അങ്ങയുടെ ശത്രുക്കളെ കൊന്നിട്ട് ഞാനതിന് പകരം വീട്ടിക്കൊള്ളാം. ചെയ്തൊക്കെ അബദ്ധമാണെങ്കിലും ഇപ്പോൾ ഈ വിഷമം ഉണ്ടായി തീർന്നല്ലോ, വിഷമത്തെ ഞാൻ പരിഹരിച്ചുകൊള്ളാം. താവകം യോധയിഷ്യാമി കുബേരവരുണാവപി. കുബേരനോ വരുണനോ പോലും എൻ്റെ യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി വരില്ല. തൻ്റെ ക്ഷേമത്വം പറയാണ്. അതുകൊണ്ട് അങ്ങേക്ക് സുഖം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ യുദ്ധം ചെയ്തുകൊള്ളാം. അതുകൊണ്ട് അങ്ങ് ചെയ്തോളൂ. ഫലത്തിൽ രാവണനെ അനുകൂലിക്കുന്ന ഞാൻ ചെയ്തതെന്ന് അർത്ഥം. അത് തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ടോ തൻ്റെ അഭിപ്രായത്തിൽ രാവണൻ ചെയ്തത് ശരിയല്ല എന്ന് കൃത്യമായ ബോധമുണ്ടെങ്കിൽ കൂടി രാവണനെ തള്ളിപ്പറയോ രാവണനെ എതിർക്കുകയൊന്നും ചെയ്യല്ല ചെയ്തത്. അതുകൊണ്ട് അങ്ങ് സുഖമായി ഇരുന്നോളൂ, ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങ് പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രാവണനെ സമാശ്വസിപ്പിക്കുകയും കൂടി ചെയ്തു. ആ കുംഭകർണ വാക്യത്തോടെയാണ് ഈ 12ാം സർഗം അവസാനിക്കുന്നത്. അവിടെ അവസാന ശ്ലോകത്തിൽ പറയും, രമസ്വകാമം വിഭ ചാദ്യവാരുണിം കുരുഷ്വകാര്യാണി ഹിതാനി വിജ്വല മയാതു രാമേകമിതേയമക്ഷയഞ്ചിരായ സീതാവസകാ ഭവിഷ്യതി. എന്താ കുംഭകർണൻ പറയുന്നത്? അങ്ങ് രമസ്വ, അങ്ങ് വേണ്ട പോലെ രമിച്ചുള്ളൂ, കാമങ്ങളൊക്കെ അനുഭവിച്ചുള്ളൂ, ശ്രേഷ്ഠങ്ങളായ മദ്യങ്ങളൊക്കെ കഴിച്ച് സുഖമായിരിക്കുമോ. മയാതു രാമേകമിതേയമക്ഷയം. ഞാൻ ചെന്നിട്ട് ആ രാമലക്ഷ്മണനൊക്കെ വധിച്ചുകൊള്ളാം. ആ രാമലക്ഷ്മണന്മാർ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആശ്രയമില്ലാത്തവളായ സീത എന്ത് ചെയ്യും? അങ്ങയെ തന്നെ പ്രാപിച്ചുള്ളൂ, അഥവാ അങ്ങയ്ക്ക് വശകയായിക്കൊള്ളും. മയാതു രാമേകമിതേയമക്ഷയം. തനിക്ക് പരാജയം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം പോലും ഇല്ലാത്ത മട്ടിലാണ് കുംഭകർണൻ്റെ വാക്ക്. ഞാൻ ചെന്ന് രാമലക്ഷ്മണന്മാരെ കൊന്നുകൊള്ളാം, അവരെ യവലോകത്തേക്ക് അയച്ചു കൊള്ളാം. അങ്ങനെ രാമലക്ഷ്മണന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സീതയ്ക്ക് ഒരാശ്രയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവളെന്ത് ചെയ്യും? അങ്ങയ്ക്ക് കീഴടങ്ങിക്കൊള്ളും, അങ്ങയ്ക്ക് വശകയായിക്കൊള്ളും. മയാതു രാമേകമിതേയമക്ഷയം ജിരായ സീത വശകാ ഭവിഷ്യതി. അവൾ അങ്ങേക്ക് വശകയായിത്തീരുകയും ചെയ്തു. എന്നിട്ടാണ് കുംഭകർണൻ അവസാനിപ്പിച്ചത്. ഇനി മറ്റു ചില അള്ളു പറഞ്ഞ അഭിപ്രായങ്ങളും
അതിനുശേഷം രാവണൻ എന്താണ് ചെയ്തതെന്നൊക്കെയാണ് തുടർന്നുള്ള സർഗങ്ങളിലുള്ളത്. അത് നമുക്ക് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.